2011 ധനുഷ് ഒരു 21 വയസ്സുകാരനായ പുതുമുഖ മ്യൂസിക് ഡയറക്ടറുമായി കൊളാബ് ചെയ്ത് ഒരു ഗാനം പുറത്തിറക്കുന്നു. അന്ന് ആ ഗാനം ഇറക്കിയപ്പോൾ പാടിയ ധനുഷ് പോലും വിചാരിച്ചു കാണില്ല ആ സോങ് ഉണ്ടാക്കാൻ പോകുന്ന റീച്ച്. ആ പാട്ട് അറിയാത്തവരായും ആ പാട്ട് പാടാത്തതുമായും ആരും തന്നെ കാണില്ല എന്നുറപ്പിച്ച് പറയാൻ പറ്റുന്ന ഐറ്റം. അതെ, പറഞ്ഞു വന്നത് 2012 റിലീസായ 3 എന്ന ചിത്രത്തിലെ വൈ ദിസ് കൊലവറി ഡി എന്ന ഗാനമാണ്. അന്ന് ആ പാട്ട് കമ്പോസ് ചെയ്ത ആ 21 വയസ്സുകാരൻ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള മ്യൂസിക് ഡയറക്ടറായി മാറി. ദ വൺ ആൻഡ് ഒൺലി അനിരുദ്ധ് രവിചന്ദ്രൻ. നടൻ രവി രവീന്ദ്രയുടെയും നർത്തകിയായ ലക്ഷ്മി രവിചന്ദ്രയുടെയും മകനായിട്ടായിരുന്നു അനിരുദ്ധ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ മ്യൂസിക് പാഷനാക്കിയ അനിരുദ്ധ് അതിനായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ലയോള കോളേജിൽ തൻ്റെ ഡിഗ്രിക്ക് ശേഷമാണ് അനിരുദ്ധ് തൻ്റെ കസിനും രജനീകാന്തിൻ്റെ മകളുമായ ഐശ്വര്യ രജനീകാന്തിൻ്റെ സംവിധായികയായുള്ള അരങ്ങേറ്റ സിനിമയിൽ അവസരം ലഭിച്ചത്. 3 സിനിമയിലുള്ള എല്ലാ സോങ്സും അന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ആദ്യ ആൽബം തന്നെ തരംഗമാക്കിയ അനിരുദ്ധിനു പിന്നീട് നിരവധി അവസരങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. തുടക്കത്തിൽ തുണച്ചത് ഭാഗ്യമാണെന്ന് പറയിപ്പിച്ചവർ മാറ്റി പറയിപ്പിക്കുന്ന തരത്തിലായിരുന്നു അനിരുദ്ധിൻ്റെ അടുത്ത വർക്കുകൾ. എതിർനീച്ചൽ, ഡേവിഡ്, VIP, കാക്കി സെത്തായി എന്നീ സിനിമകൾക്ക് തുടർ വർഷങ്ങളിൽ സംഗീതം നൽകി. ഈ സിനിമകളിലെ സോങ്സൊക്കെ അപ്പാടെ ഹിറ്റായതോടെ അനിരുദ്ധ് തമിഴ് സിനിമയിലെ ഏറ്റവും ഡിമാൻഡുള്ള മ്യൂസിക് ഡയറക്ടറായി മാറിയിരുന്നു. അങ്കിൾ രജനിക്ക് വേണ്ടി എന്നെങ്കിലും തനിക്ക് സംഗീതം നൽകണമെന്നു അനിരുദ്ധ് പണ്ട് മുതൽ ആഗ്രഹിച്ചിരുന്നു. ഒടുവിൽ ആ അവസരവും അദ്ദേഹത്തെ തേടിയെത്തി. 2019 കാർത്തിക് സുബരാജൻ്റെ സംവിധാനത്തിൽ വന്ന പേട്ട എന്ന ചിത്രത്തിലൂടെ പിന്നീട് ജയിലറും സൂപ്പർ സ്റ്റാറിനു വേണ്ടി സംഗീതമൊരുക്കാൻ അനിരുദ്ധിന് സാധിച്ചു. എല്ലാ സൂപ്പർ താരങ്ങളിലൂടെ ആരാധകരെ സംതൃപ്തനാക്കുന്ന തരത്തിലുള്ള സംഗീതമാണ് അനിരുദ്ധിൻ്റേത്. തലയ്ക്ക് വേണ്ടി വേതാളം, തളപതിക്ക് വേണ്ടി കത്തി, മാസ്റ്റർ, ലിയോ, കമലിനു വേണ്ടി വിക്രം, സൂര്യയ്ക്ക് വേണ്ടി TSK. ശിവകാർത്തികൻ അനിരുദ്ധ് കോംബോയ്ക്കും ധനുഷ് അനിരുദ്ധ് കോംബോയ്ക്കും ഇന്നും നിരവധി ആരാധകരുണ്ട്. തമിഴ് മാത്രമല്ല, തെലുങ്കു സിനിമയായ ജേഴ്സി, ഗ്യാങ് ലീഡർ, അഗ്നേത വാസൈ എന്നീ സിനിമകൾക്കും ഹിന്ദിയിലെ കിങ് ആൻഡ് അറ്റ്ലി ചിത്രമായ ജവാനും അനിരുദ്ധ് സംഗീതം നൽകി. മലയാളത്തിൽ ഇതുവരെ ഒരു സിനിമയിൽ പോലും അനിരുദ്ധ് സംഗീതം നൽകിയില്ലെങ്കിലും പ്രേമം സിനിമയിലെ റോക്കാങ്കുത്ത് സോങ്ങും ശേഷം മൈക്കിൾ ഫാത്തിമയിലെ തന്താര സോങ്ങും പാടിയത് അനിരുദ്ധാണ്. സിനിമകൾക്ക് മാത്രമല്ല, ചില ആൽബങ്ങൾക്കും അനിരുദ്ധ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. സച്ചിനാനന്ദം, ഒന്നുമേ ആകാലെ ഒക്കെ അതിന് ഉദാഹരണമാണ്. റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകളായ ദേവര പാർട്ട് 1, അജിത്തിൻ്റെ വിടാമുയർച്ചി, സൂപ്പർ സ്റ്റാറിൻ്റെ കൂലി, വേട്ടയാൻ എന്നീ സിനിമകളിലെല്ലാം കോമൺ ഫാക്ടറായി അനിരുദ്ധിൻ്റെ സംഗീതം ഉണ്ട്. ട്രെൻഡ് സെറ്റർ എന്ന വാക്കിനോട് 100% നീതി പുലർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഗാനങ്ങളാണ് അനിരുദ്ധിൻ്റേത്. ഭാഗ്യം കൊണ്ട് നേടിയതല്ലൊന്നും, തൻ്റെ കഴിവും പരിശ്രമവും കൊണ്ട് നേടിയെടുത്തതാണെന്ന് ഹേറ്റേഴ്സിനെ കൊണ്ട് പറയിപ്പിച്ച മനുഷ്യൻ. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.